വളരെ ശാന്തമായ ഭംഗിയുള്ള സ്ഥലമായിരുന്നു അവിടെ. ആയുർരേഖ എന്ന് വലിയ അക്ഷരത്തിൽ എഴുതിയ ഒരു ബോർഡ് ഉണ്ടായിരുന്നു. അതിൻ്റെ മുന്നിലായി മഹിയുടെ ഫ്രണ്ട് അവരെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടായിരുന്നു. മഹി, ശ്രീകുമാർ വന്ന് അവനെ കെട്ടിപ്പിടിച്ചു. യാത്രയൊക്കെ ഓക്കെ ആയിരുന്നില്ലേ? ശ്രീ ചോദിച്ചു. ഒരു കുഴപ്പവുമില്ല, മഹി മറുപടി പറഞ്ഞു. വാ, നിങ്ങളെ കാത്തിരിക്കുക വൈദ്യൻ, ശ്രീ അവരെ നോക്കി പറഞ്ഞു. അപ്പുവിനെ കൂട്ടി അവർ അതിനുള്ളിലേക്ക് കയറി. കൊച്ചു വീടുകളായിട്ട് ഒരു 300 വീടുണ്ടാകും. ഓരോ രോഗികൾക്കായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. വൈദ്യൻ്റെ റൂമിൻ്റെ അടുത്തെത്തിയതും വൈശുവും ശാലുവും പുറത്തു നിന്നു. ബാക്കിയുള്ളവർ അകത്തേക്കും കയറി. അധികം പ്രായമൊന്നുമില്ലാത്ത, ഏറിപ്പോയാലൊരു 40 വയസ്സ് തോന്നിക്കും, ഐശ്വര്യമുള്ള മുഖം. പുഞ്ചിരിയോടെ അയാൾ അവരെ അകത്തേക്ക് ക്ഷണിച്ചു. അപ്പുവിനെ നോക്കി. പേര്? വൈദ്യൻ ചോദിച്ചു. അപർണ, അപ്പു മറുപടി പറഞ്ഞു. പേടിയുണ്ടോ? വൈദ്യൻ ചെറുചിരിയോടെ അവളോട് ചോദിച്ചു. ഉണ്ട്. എന്തിനാ പേടിക്കുന്നേ? എല്ലാം ശരിയാകുമെന്ന് മനസ്സിൽ വിചാരിച്ച് മുന്നോട്ട് പോകണം. ദേ, ഈ ചുറ്റിലും നിൽക്കുന്നവരുടെ പ്രതീക്ഷ പോലും എന്തേ ഇയാളിൽ കാണാത്തത്? വൈദ്യൻ ചോദിച്ചു. അപ്പോൾ ഒന്നും മിണ്ടാതെ അയാളെ നോക്കി. എന്തായാലും എൻ്റെ കാഴ്ചയിൽ ഒരു കുഴപ്പമില്ല. ഈ കസേരയിൽ നിന്ന് എഴുന്നേറ്റ് നടന്നിട്ടേ അപർണ തിരിച്ച് വീട്ടിലേക്ക് പോകുള്ളൂ. അത് ഞാൻ വാക്ക് തരികയാണ്. പക്ഷെ ഒരു കാര്യം, എൻ്റെ കൂടെ സപ്പോർട്ടായിട്ട് നിൽക്കണം. എൻ്റെ ചികിത്സയേക്കാൾ അപർണയുടെ മനസ്സിൻ്റെ പൂർണ്ണ പിന്തുണയാണ് എനിക്ക് വേണ്ടത്. വൈദ്യൻ പറഞ്ഞതും അപ്പു സമ്മതമെന്നോണം തലയാട്ടി. രോഗി മാത്രം നിന്നാൽ മതി കേട്ടോ. ആഴ്ചയിൽ ഒരു ദിവസം ആർക്കെങ്കിലും ഒരാൾക്ക് വന്ന് വിസിറ്റ് ചെയ്യാം. ഇവിടുത്തെ രീതികളും ചട്ടങ്ങളും എല്ലാം പാലിച്ചു വേണം ഇവിടെ തുടരണോ എന്ന് തീരുമാനിക്കാൻ. വൈദ്യൻ മഹിയെ നോക്കി പറഞ്ഞു. അതിനൊന്നും ഒരു കുഴപ്പവുമില്ല, മഹി പറഞ്ഞു. അപ്പുവിൻ്റെ കൈ അവനിൽ മുറുകി. വേറെ ആരില്ലെങ്കിലും മഹിയില്ലാതെ തനിക്ക് പറ്റില്ല, അപ്പു മനസ്സിൽ പറഞ്ഞു. വൈദ്യൻ അവിടെയുള്ള ഒരു സ്റ്റാഫിനെ വിളിച്ചിട്ട് അപ്പുവിനുള്ള റൂം കാണിച്ചു കൊടുക്കാൻ പറഞ്ഞു. നേരത്തെ കണ്ടതുപോലെയുള്ള ചെറിയ വീട്. അതിൻ്റെ ചുമരും തറയും എല്ലാം മണ്ണാണ്. നല്ല തണുപ്പുണ്ട് അതിൻ്റെ അകത്ത്. ഒരു സിറ്റൗട്ടും അകത്തൊരു റൂമും 2 കട്ടിലും ചെറിയ ടേബിളും ഒരു ബാത്റൂമും. അതാണ് ആ വീടിൻ്റെ ഉള്ളിലുള്ളത്. എല്ലാവരും അപ്പുവിനോട് സംസാരിച്ചു. അവസാനം മഹിക്കും അവൾക്കും സംസാരിക്കാൻ വേണ്ടി അവരെല്ലാവരും പുറത്തേക്കിറങ്ങി. കട്ടിലിരുന്നവളെ മടിയിലേക്കിരുത്തി. അപ്പു അവൻ്റെ കഴുത്തിലേക്ക് മുഖം പുഴുത്തിയിരുന്നു. എൻ്റെ അപ്പൂസ് നടന്നെൻ്റെ അടുത്തേക്ക് വരണം. അതിനുവേണ്ടി കുറച്ചു കാലത്തേക്ക് നമുക്ക് കാണാതിരിക്കാം. എനിക്ക് പറ്റില്ല. ഈ കുറച്ച് മാസം കൊണ്ട് എൻ്റെ ശരീരത്തിൻ്റെ ഒരു ഭാഗമായിട്ടുണ്ട്. എന്നെ ഒറ്റയ്ക്കാക്കി പോയാൽ ഞാൻ തളർന്നു പോകും. ആദ്യം വാശിയിലും പിന്നെ കൊച്ചുകുട്ടികളെപ്പോലെ വിതുമ്പിക്കൊണ്ടും അപ്പു പറഞ്ഞു. എൻ്റെ പൊന്നു കരഞ്ഞാൽ എനിക്ക് എങ്ങനെ സമാധാനത്തിൽ പോയി വരാൻ പറ്റും? വൈദ്യം പറഞ്ഞില്ലേ ആഴ്ചയിൽ ഒരു ദിവസം വന്ന് കാണാമെന്ന്. മഹി അവളോട് വാത്സല്യത്തോടെ പറഞ്ഞു. അപ്പോൾ എന്നെ ഇവിടെ ഒറ്റയ്ക്കാക്കാൻ തീരുമാനിച്ചു അല്ലേ? എന്നാൽ പൊയ്ക്കോ, എനിക്ക് കാണണ്ട, അപ്പോൾ അവനെ അടിച്ചുകൊണ്ട് പറഞ്ഞു. എടി പെണ്ണെ, ദേ ഇങ്ങോട്ട് നോക്കിയേ. മഹി അവളുടെ മുഖം അവന് നേരെ പിടിച്ചുകൊണ്ട് പറഞ്ഞു. അപ്പു അവൻ്റെ കണ്ണിലേക്ക് നോക്കി. കണ്ണുകൾ കലങ്ങിയിട്ടുണ്ട്. അപ്പു അവൻ്റെ മുഖം പിടിച്ച് അവളുടെ മുഖത്തേക്ക് അടുപ്പിച്ചു. അവൻ്റെ ചുണ്ടുകളെ ഭ്രാന്തമായി നുകർന്നു. അവനൊന്ന് ഞെട്ടി അവളുടെ ഇടുപ്പിൽ അവൻ്റെ കൈ അമർത്തി. അവനെ തിരിച്ച് ചുംബിക്കാൻ അനുവദിക്കാതെ അവളുടെ വാശിയിലുള്ള ചുംബനമായിരുന്നു അത്. മഹിയും അവൾക്ക് വേണ്ടി ചുണ്ടുകളെ വിട്ടുകൊടുത്തു. ദീർഘനേരത്തെ ചുംബനത്തിന് ശേഷം അവൾ അവൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞുകൊണ്ട് ശ്വാസം നേരെയാക്കി. മഹിയേട്ടൻ പോയിട്ട് വാ. ഇവിടുന്ന് കൊണ്ടുപോകാൻ വിളിക്കുന്ന ലാസ്റ്റ് ദിവസം എന്നെ കാണാൻ വന്നാൽ മതി. അതുവരെ എന്നെ കാണാൻ വരല്ലേ. ചിലപ്പോൾ എനിക്ക് എൻ്റെ മനസ്സ് കൈവിട്ടു പോകും. അതുകൊണ്ട് ഇടയ്ക്ക് കാണാൻ വരാനുള്ള ദിവസം മഹിയേട്ടൻ വരരുത്. എങ്കിലേ അവസാന ദിവസം വരെ എനിക്കിവിടെ പൂർണ്ണ മനസ്സോടെ വൈദ്യം പറഞ്ഞതുപോലെ നിൽക്കാനാകൂ, അപ്പു അവനോട് പറഞ്ഞു. ഇത്രയും കാലം ഞാൻ കാത്തിരുന്നില്ലേ? ഇനിയും എൻ്റെ അപ്പുവിന് വേണ്ടി കാത്തിരിക്കാൻ എനിക്കൊരു വിഷമവും ഇല്ല. കാത്തിരിക്കും. മനസ്സുകൊണ്ട് ഞാനും നിൻ്റെ കൂടെയുണ്ട്. അപ്പുവിനോട് യാത്ര പറഞ്ഞ് എല്ലാവരും ഇറങ്ങി. മഹി അവിടെ നിന്ന് ആദ്യം തന്നെ പോയിരുന്നു. അപ്പു അവനെ ചുറ്റും നോക്കിയെങ്കിലും കാണാൻ സാധിച്ചില്ല. മോളെ, അമ്മയുടെ കുട്ടി വിഷമിക്കരുത്. ഞങ്ങളുടെ മനസ്സ് മോളുടെ കൂടെ തന്നെയുണ്ട്. വൈദ്യം പറഞ്ഞതുപോലെ തിരിച്ചു വരുമ്പോൾ നടന്നു വേണം വരാൻ, ശാരദാമ്മ പറഞ്ഞു. അവൾ മൂളിക്കൊണ്ട് അമ്മയെ കെട്ടിപ്പിടിച്ചു. വൈശുവും ശാലുവും അവളെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്തു. പെട്ടെന്ന് വന്നേക്കണേ ഏട്ടത്തി, ഞങ്ങൾ കാത്തിരിക്കും, അവരും അവളോട് പറഞ്ഞു. അച്ഛനും അമ്മയും അവളുടെ അടുത്തേക്കിരുന്നു. ഒറ്റയ്ക്കാക്കി പോയി വിചാരിക്കരുത്. എൻ്റെ മോളുടെ കൂടെ അച്ഛയും അമ്മയും എന്നും ഉണ്ടാകും. എല്ലാവരും പോയതും അപ്പുവിൻ്റെ അടുത്തേക്ക് ഒരു സ്ത്രീ വന്നു. അവളുടെ അമ്മയുടെ പ്രായം ഉണ്ടാകില്ല, നല്ല ഐശ്വര്യമുള്ളൊരു സ്ത്രീ. ഞാൻ ഇന്ദു. മോളുടെ കാര്യങ്ങൾ നോക്കാനുള്ള ചുമതല എനിക്കാണ്. അപ്പു അവരെ നോക്കി ചിരിച്ചു. മോൾക്ക് വിഷമമായല്ലേ? അവർ അവളോട് ചോദിച്ചു. ആദ്യമായിട്ടാണ് പിരിഞ്ഞു നിൽക്കുന്നത്, അപ്പു വിഷമത്തോടെ പറഞ്ഞു. സാരമില്ല,
എത്രയും വേഗം മോൾക്ക് നടക്കാൻ സാധിച്ചാൽ അവരുടെ അടുത്തേക്ക് പോകാലോ. ഇന്ദു അവളോട് പറഞ്ഞിട്ട് റൂമിലേക്ക് കൊണ്ടുപോയി. വീട്ടിൽ വന്ന് കയറിയപ്പോൾ എല്ലാവരുടെയും ഉള്ളിൽ ഒരു ശൂന്യത പോലെ. അപ്പുവിൻ്റെ കുറവ് അതവരെ എല്ലാം വല്ലാതെ ബാധിച്ചു. മഹി ആരെയും നോക്കാതെ റൂമിലേക്ക് പോയി. റൂമിൽ ചെന്ന് കയറിയപ്പോൾ അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു. ബെഡിലിരുന്ന് കുറുമ്പോടെ ചിരിക്കുന്ന മുഖം മനസ്സിലേക്ക് വന്നു. കണ്ണുകൾ ഇറുക്കിയടച്ച് ബെഡിലേക്ക് കിടന്നു. വേഗം വരണേ അപ്പൂസേ, നീയില്ലാതെ എനിക്ക് പറ്റുന്നില്ലടി. ഫോണിൽ അവളുടെ ഫോട്ടോ നോക്കി പറഞ്ഞു. ദിവസങ്ങൾ കടന്നുപോയി. 2-3 ദിവസം മഹി ആകെ മൂകമായിരുന്നു. പിന്നീട് അത് പതിയെ ശരിയായി തുടങ്ങി. ഒരാഴ്ച കഴിഞ്ഞ് അപ്പുവിനെ കാണാൻ എല്ലാവരും പോകാൻ നിന്നതും മഹി ഇല്ലെന്ന് പറഞ്ഞു. ഒരുപാട് നിർബന്ധിച്ചെങ്കിലും അവൻ ഇല്ലെന്ന് തന്നെ പറഞ്ഞു. അപ്പുവിനെ കണ്ടതും എല്ലാവരും സുഖവിവരം അന്വേഷിച്ചു. കുറച്ചു നേരം അവളുടെ അടുത്തിരുന്ന വിശേഷങ്ങൾ പറഞ്ഞു. മടങ്ങാൻ നേരം വൈശു അവളുടെ അടുത്തേക്ക് വന്ന് കയ്യിലൊരു പേപ്പർ കൊടുത്തു. അവർ പോയി റൂമിലെത്തി. അവൾ ആ പേപ്പർ തുറന്നു. ഇന്നലെ രാത്രിയിൽ എൻ്റെ വിരൽത്തുമ്പില സ്പർശന മാധുര്യം ഞാൻ അറിഞ്ഞു. നിദ്രയിൽ ആ നേരം ഞാൻ കണ്ട സ്വപ്നത്തിൽ 1000 വർഷം നാം ഒന്നിച്ചു ചേർന്ന് നിൻ കിളിക്കൊഞ്ചലും എൻ ഹൃദയത്താളവും ഒത്തുചേർന്നപ്പോൾ സംഗീതമായി സംഗീത സാന്ദ്രമാം ആ നിമിഷങ്ങളെ പ്രകൃതിയും നമ്മോട് ചേർന്ന് പാടി. നിമിഷങ്ങളിൽ നിൻ മടിത്തട്ടിൽ ചിരിക്കെ നിദ്രയിലേക്ക് ഞാൻ ആണ്ടുപോയി. നിദ്രയിൽ എപ്പോഴോ ഞാൻ അറിയാതെ നീ എന്നിൽ നിന്നും വീണ്ടും അകന്നുപോയി. നിദ്രയിൽ നിന്ന് എൻ മിഴികൾ തുറന്നപ്പോൾ കൺമുൻപിൽ നിന്നെല്ലാം മാഞ്ഞുപോയി. ഞെട്ടിയെഴുന്നേറ്റ് ചുറ്റും ഞാൻ നോക്കവേ ഗ്രഹിച്ച് ഞാനെല്ലാം എൻ സ്വപ്നമല്ലോ. എങ്കിലും പ്രിയെ, കാത്തിരിക്കുന്നു ഞാൻ എൻ സ്വപ്ന സാഫല്യ നിമിഷത്തിനായി. ആ വരികൾ വായിച്ചതും അവളുടെ കണ്ണുകൾ നിറഞ്ഞു. നിന്നെയല്ലാതെ നിനക്ക് വേണ്ടിയല്ലാതെ ഈ ഭൂമിയിൽ മറ്റാർക്കു വേണ്ടിയും ഒന്നിനു വേണ്ടി കാത്തിരിക്കാമെന്ന് ഞാൻ വാക്ക് കൊടുത്തിട്ടില്ല. അപ്പു മനസ്സിൽ മൊഴിഞ്ഞു. പിന്നീട് അങ്ങോട്ട് കാത്തിരിപ്പായിരുന്നു. മഹിയുടെ അടുത്തേക്ക് എത്താനുള്ള കാത്തിരിപ്പ്. മനസ്സും ശരീരവും അവൾ പാകപ്പെടുത്തി. ആദ്യമാസം പൂർത്തിയാക്കും മുൻപേ കാലുകളുടെ വിരലനക്കാൻ തുടങ്ങി. മരുന്നിൻ്റെ മണവും കാലിൻ്റെ വേദനയും സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു. പക്ഷെ മഹിക്ക് വേണ്ടി ആ വേദനകളും ബുദ്ധിമുട്ടുകളും അവൾ സഹിച്ചു. പതിയെ വീൽ ചെയറിൽ നിന്ന് വിട്ട് വാക്കർ ഉപയോഗിച്ച് നടക്കാൻ തുടങ്ങി. 1 മാസം കഴിഞ്ഞപ്പോൾ ഇനി ആരും കാണാൻ വരരുതെന്ന് അപ്പു പറഞ്ഞു. ഇവിടെ നിന്ന് തിരികെ വരുന്ന അന്ന് എല്ലാവരും വന്നാൽ മതിയെന്നും പറഞ്ഞു. ആദ്യം ആരും അതിന് സമ്മതിച്ചില്ല. പിന്നെ അപ്പുവിൻ്റെ വാശിയിൽ എല്ലാവരും അതിനും സമ്മതിച്ചു. അപ്പുവിന് പകരം ഷോപ്പിലെ മുഴുവൻ കാര്യങ്ങളും നടത്തുന്നത് മഹിയാണ്. രാത്രി ഒരുപാട് കഴിഞ്ഞാണ് അവൻ വരുന്നത്. ഓരോ തിരക്കുകളിൽ സ്വയം ഏർപ്പെട്ട് ദിവസങ്ങൾ തള്ളി നീക്കുകയാണ്. അപ്പു ഇല്ലാത്ത സങ്കടം അതവൻ കാണിക്കുന്നില്ലെങ്കിലും അവൻ്റെ മനസ്സെല്ലാവർക്കും അറിയാം. 6 മാസങ്ങൾക്ക് ശേഷം ഇന്ന് അപ്പു തിരിച്ചു വരികയാണ്. എല്ലാവരും അവളെ കൊണ്ടുവരാൻ വേണ്ടി റെഡിയായി. അങ്ങോട്ടേക്ക് പോകാൻ ഇന്ന് എല്ലാവരെക്കാളും തിടുക്കം മഹിക്കാണ്. പതിയിലെ നേരത്തെ എഴുന്നേറ്റ് എല്ലാവരെയും അവൻ തന്നെ വിളിച്ചുണർത്തി അവരോട് ഒരുങ്ങാൻ തിരക്ക് കൂട്ടി. ശാരദാമ്മ അച്ഛനെ അവനെ കൂർപ്പിച്ചു നോക്കിയതും അവൻ ഇളിച്ചു കാണിച്ചു. എൻ്റെ മഹി, നീ ഇങ്ങനെ തിരക്ക് പിടിക്കുന്ന കണ്ടാൽ തോന്നും അപ്പു അവിടെ നിന്ന് വേറെ എങ്ങോട്ടെങ്കിലും പോകുമെന്ന് അച്ഛൻ അവനെ കളിയാക്കിക്കൊണ്ട് പറഞ്ഞു. മഹി അതിനൊന്നും പറയാതെ അച്ഛനെയും കൂർപ്പിച്ചു നോക്കി. എല്ലാവരും വന്നതും അവർ വയനാട്ടിലേക്ക് യാത്ര തിരിച്ചു. എല്ലാവരും ആയുർരേഖയിലെത്തിയതും വൈദ്യൻ്റെ അടുത്തേക്ക് പോയി. അപ്പുവിനെ വിളിക്കാൻ പറഞ്ഞ് ആളെ പറഞ്ഞു വിട്ടു. എല്ലാവരുടെയും കണ്ണുകൾ വരാന്തയിലേക്ക് നീണ്ടു. എല്ലാവർക്കും പുറകിലാണ് മഹി നിന്നിരുന്നത്. മുന്നിലൊരു സെറ്റ് സാരി ഉടുത്ത് വരുന്ന സ്ത്രീക്ക് പിന്നിലായി ഒരു റെഡ് കളർ സാരി ചുറ്റി ചിരിയോടെ നടന്നു വരുന്ന അപ്പുവിനെ കണ്ടതും എല്ലാവരുടെയും കണ്ണുകൾ നിറഞ്ഞു. അപ്പു ഓടിച്ചെന്ന് ഏറ്റവും പുറകിൽ നിൽക്കുന്ന മഹിയെ കെട്ടിപ്പിടിച്ചു. ആ നെഞ്ചിലേക്ക് മുഖം ചേർത്ത് നിന്നു. മഹിയുടെ കൈകൾ അവനെ ചുറ്റി വരിഞ്ഞു. കണ്ണുകൾ സന്തോഷത്തിൽ നിറഞ്ഞൊഴുകി. എല്ലാവരും അവരെ തനിച്ചു വിട്ടിട്ട് വൈദ്യരുടെ അടുത്തേക്ക് ചെന്നു. 5 വർഷങ്ങൾക്ക് ശേഷം. അല്ലുട്ടാ, ദേ നീ ഇങ്ങോട്ട് ഇറങ്ങുന്നുണ്ടോ? മരത്തിൻ്റെ മുകളിൽ ഇരിക്കുന്ന 4 വയസ്സുകാരനെ നോക്കി അവൾ പറഞ്ഞു. ഇല്ല, അമ്മ ഇങ്ങോട്ടേക്ക് കയറി വാ, അല്ലു പറഞ്ഞു. നീ എൻ്റെ കയ്യിൽ നിന്ന് മേടിക്കുവേ. അപ്പു വീണ്ടും ദേഷ്യത്തിൽ പറഞ്ഞു. ഞാൻ അച്ഛൻ വന്നാൽ പറഞ്ഞു കൊടുക്കും. അല്ലു അപ്പുവിനെ നോക്കി മുഖം വീർപ്പിച്ചുകൊണ്ട് പറഞ്ഞു. നീ പറഞ്ഞു കൊടുക്ക്, നീയും നിൻ്റെ ഒരു അച്ഛനും നല്ല തല്ല് കിട്ടാത്തതിൻ്റെ കുറവാ. അപ്പു വീണ്ടും ദേഷ്യത്തോടെ അവനോട് പറഞ്ഞു. എൻ്റെ മോളെ, നീ പോയിന്ന് റെഡി ആയിക്കേ, ഇന്ന് വൈകുന്നേരം ഫംഗ്ഷന് പോകാനുള്ളതല്ലേ? ശാരദാമ്മ വന്ന് അവളോട് പറഞ്ഞു. അതിനമ്മേ, ഈ ചെറുക്കൻ ഇതിൻ്റെ മണ്ടേന്നൊന്ന് ഇറങ്ങണ്ടേ? അപ്പു അമ്മയോട് അല്ലുവിനെ നോക്കി പറഞ്ഞു. നീ പോയിക്കോ, ഞാൻ അവനെയും കൊണ്ടുവരാം. അമ്മ പറഞ്ഞു. നീ ഇങ്ങോട്ടേക്ക് വാ, തരുന്നുണ്ട് ഞാൻ. അപ്പു അവനെ നോക്കി പറഞ്ഞു. അതിന് അമ്മയ്ക്ക് എന്നെ കിട്ടില്ലല്ലോ. അല്ലൂട്ട മരത്തിൽ നിന്ന് അവളെ വിളിച്ചു പറഞ്ഞു. അപ്പു അവനെ ഒന്ന് കൂർപ്പിച്ച് നോക്കി അകത്തേക്ക് പോയി. റൂമിൽ നിന്ന് ഡ്രസ്സ് മാറി ഒരുങ്ങുമ്പോഴുണ്ട് ഡോറ് തുറന്ന് മഹി വരുന്നു. അവനെ കണ്ടതും അവൾ കണ്ണുരുട്ടി. ദൈവമേ, ഇതെന്ത് പറ്റി? മഹി മനസ്സിൽ പറഞ്ഞു. അപ്പൂസേ, മഹി കൊഞ്ചിക്കൊണ്ട് വിളിച്ചു. ദേ മനുഷ്യ, കൊഞ്ചാൻ നിൽക്കാതെ വേഗം റെഡിയാകാൻ നോക്ക്. അപ്പു അതും പറഞ്ഞ് ഇറങ്ങാൻ നിന്നതും മഹി അവളുടെ കയ്യിൽ പിടിച്ചു. എന്ത് പറ്റി എൻ്റെ പൊന്നൂന് ഇത്ര ദേഷ്യം വരാൻ? ഇപ്പം എന്തുണ്ടായി? മഹി വീണ്ടും അവളോട് കൊഞ്ചിക്കൊണ്ട് ചോദിച്ചു.
ഒന്നും പറയണ്ട, നിങ്ങളുടെ പൊന്നു മോൻ എനിക്കും അവനും ഇടാനുള്ള ഡ്രസ്സിൽ ഇങ്കൊഴിച്ച് ആകെ നാശമാക്കി. ഞാൻ പിടിക്കാൻ ചെന്നപ്പോൾ മുത്തത്ത മാവി കയറിയിരിക്കുന്നു. സകല കുരുത്തക്കേടിന് കൂട്ടുനിന്ന് കൊടുത്ത് വഷളാക്കി വെച്ചിരിക്കുക. അവൾ മഹിയുടെ നെഞ്ചിൽ കുത്തിക്കൊണ്ട് പറഞ്ഞു. അത്രയേ ഉള്ളൂ, അതിനാണോ എൻ്റെ പൊന്ന് ദേഷ്യപ്പെടുന്നേ? അവൻ കുഞ്ഞല്ലേ? മഹി അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ചോദിച്ചു. കുഞ്ഞ് എന്നെക്കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. ദേ, ഇനി ഇവിടുന്ന് ഒന്ന് വരുന്നുണ്ട്. അതെങ്ങനെയാകുമെന്ന് ദൈവത്തിനറിയാം. അപ്പോൾ വയറ്റിൽ ഒഴിഞ്ഞുകൊണ്ട് പറഞ്ഞു. നിന്റെ കുരുത്തക്കേടില്ലാതിരിക്കുമോ അവന്? പിന്നെ ഈ വരുന്നത് എൻ്റെ മോളാണ്, അതുകൊണ്ട് വികൃതിയൊന്നും ഉണ്ടാകില്ല. മഹി വയറ്റിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു. അതിന് മറുപടി പറയാതെ അപ്പോൾ അവൻ്റെ താടിയിൽ പിടിച്ച് വലിച്ച് അവനെ തള്ളി മാറ്റി പുറത്തേക്ക് പോയി. ഡി പൊന്നെ, പതുക്കെ പോടി എൻ്റെ കൊച്ച്. ഓ ആയിക്കോട്ടെ, മോർ റെഡിയായി വാ, ഇല്ലെങ്കിൽ ഫ്ലൈറ്റ് മിസ്സാകും. നമ്മുടെ അപ്പുവിൻ്റെയും മഹിയുടെയും ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നു എന്നൊന്നും പറയാനില്ലെങ്കിലും കുറച്ചൊക്കെ മാറ്റങ്ങൾ വന്നിരുന്നു. രണ്ടുപേരുടെയും ഇടയിലേക്ക് ഒരു ജൂനിയർ മഹി വന്നു. അർജുൻ എന്ന അല്ലൂട്ടൻ. കുരുത്തക്കേടിൻ്റെ കൂടെന്ന് തന്നെ പറയാം, അത്രയും വികൃതിയാണ്. അപ്പുവിൻ്റെയും അല്ലുവിൻ്റെയും ഇടയിലെ മീഡിയേറ്ററാണ് മഹി. അല്ലു വികൃതി കാണിക്കുമ്പോൾ അപ്പുവിൻ്റെ അമ്മ പറയും അവളുടെ വികൃതിയാണെന്ന്. കാരണം മഹി അന്നും ഇന്നും പാവം തന്നെയാണ്. പക്ഷെ അല്ലുവിന് അച്ചേക്കാൾ ഇഷ്ടം അമ്മയാണ്. അമ്മയെ ദേഷ്യം പിടിപ്പിക്കുമെങ്കിലും അമ്മയ്ക്ക് വിഷമം വന്നാൽ അവന് സങ്കടം വരും. ഇപ്പോൾ അല്ലുവിന് കൂട്ടായി പുതിയൊരാളും കൂടി വരുന്നുണ്ട്. ഇപ്പം 5 മാസമായി. പിന്നെ വൈശുവും ശാലുവും അവരുടെ ഡിഗ്രി കഴിഞ്ഞിട്ട് രണ്ടുപേരെയും കെട്ടിച്ചു വിട്ടു. ഒരാൾ വൈശുവിൻ്റെ കൂടെ ഷോപ്പിലുണ്ട്, ശാലു ടീച്ചറായിട്ട് പോകുന്നുണ്ട്. ഇന്നൊരു ഫംഗ്ഷന് പോവുകയാണ് എല്ലാവരും. മുംബൈയിൽ വെച്ചാണ് പ്രോഗ്രാം. ഫ്ലൈറ്റ് ടിക്കറ്റൊക്കെ എടുത്തു. റെഡിയാക്കാൻ വേണ്ടി അല്ലുവിനെ തിരഞ്ഞ് നടക്കുമ്പോഴാണ് ചക്കൻ ഈ വക കുരുത്തക്കേട് കാണിച്ചു വെച്ചിരിക്കുന്നത്. ആ വലിയ കൺവെൻഷൻ ഹാളിൽ ഒത്തിരി വലിയ ആളുകൾക്കൊപ്പം അപ്പവും മഹിയും അവരുടെ കുടുംബവും ഇരുന്നു. ബിസിനസ് രംഗത്തെ വലിയ വമ്പന്മാർ വരെ അവിടെയുണ്ട്. ഒരു അവാർഡ് ഫംഗ്ഷന് വന്നിരിക്കുകയാണ് അവർ. മോഡേൺ ആയ ഒരു പെൺകുട്ടി ആങ്കറിങ് ചെയ്തുകൊണ്ട് എല്ലാവരെയും വെൽക്കം ചെയ്യുന്നുണ്ട്. ആൻഡ് ദ നെക്സ്റ്റ് അവാർഡ് ഈസ് ബെസ്റ്റ് എൻ്റർപ്രണർ അവാർഡ്. ഹെർ നെയിം ഈസ് അപർണ വാസുദേവ്. പ്ലീസ് വെൽക്കം ഓൺ ദി സ്റ്റേജ്. അപ്പു ഒരു പുഞ്ചിരിയോടെ മഹിയെ നോക്കി. അവൻ അവളെ നോക്കി കണ്ണ് ചിമ്മി കാണിച്ചു. അപ്പു അച്ഛന്മാരെയും അമ്മമാരെയും നോക്കി. അവരും കണ്ണു നിറച്ച് സന്തോഷത്തോടെ അവളെ നോക്കി ചിരിച്ചു. പതിയെ ഒരു പുഞ്ചിരിയോടെ അവൾ സ്റ്റേജിലേക്ക് കയറി അവാർഡ് വാങ്ങി. മാം, എ ഫ്യൂ വേർഡ്സ് എന്ന് പറഞ്ഞ ആങ്കർ മയക്ക് കൊടുത്തു. ഹായ്, ഗുഡ് ഈവനിങ് ഓൾ. താങ്ക്സ് ടു ദിസ് അവാർഡ്. ഒരിക്കലും വിചാരിക്കാതെ എനിക്ക് ലഭിച്ച അവാർഡാണിത്. ഒരു വീൽ ചെയറിൽ ഒതുങ്ങിപ്പോകേണ്ട എൻ്റെ ജീവിതത്തിൽ വെളിച്ചം കൊണ്ടുവന്ന ഒരാളുണ്ട്, എൻ്റെ ജീവൻ്റെ പാതിയായവൻ. ഒരാണിൻ്റെ ലൈഫിൽ നേട്ടങ്ങൾ ഉണ്ടാകുന്നതിന് പിന്നിൽ ഒരു പെണ്ണുണ്ടാകും. അതേപോലെ ഒരു പെണ്ണിൻ്റെ ലൈഫിൽ നേട്ടങ്ങൾ ഉണ്ടാകുന്നതിന് ഒരിക്കലും വിചാരിക്കാതെ എനിക്ക് ലഭിച്ച അവാർഡാണിത്. ഒരു വീൽ ചെയറിൽ ഒതുങ്ങിപ്പോകേണ്ട എൻ്റെ ജീവിതത്തിൽ വെളിച്ചം കൊണ്ടുവന്ന ഒരാളുണ്ട്, എൻ്റെ ജീവൻ്റെ പാതിയായവൻ. ഒരാണിൻ്റെ ലൈഫിൽ നേട്ടങ്ങൾ ഉണ്ടാകുന്നതിന് പിന്നിൽ ഒരു പെണ്ണുണ്ടാകും. അതേപോലെ ഒരു പെണ്ണിൻ്റെ ലൈഫിൽ നേട്ടങ്ങൾ ഉണ്ടാകുന്നതിന് പിന്നിൽ ഒരാണും ഉണ്ടാകും. ചിലപ്പോഴൊക്കെ നമുക്ക് തോന്നാറില്ലേ, വാക്കുകൾ കൊണ്ട് കൂടെയുണ്ടെന്ന് പറയാൻ ആരെങ്കിലും ഒന്നും ഉണ്ടായിരുന്നെങ്കിലെന്ന്. കൂടെയുണ്ട് എന്ന് പറഞ്ഞ് ചേർത്ത് നിർത്തി മുൻപോട്ട് നയിക്കാൻ ഒരാളുണ്ടെങ്കിൽ ലൈഫിൽ എന്തും നേടാൻ കഴിയും. മാം, നിങ്ങളുടെ നേട്ടങ്ങൾക്ക് പിന്നിൽ ആരാ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നത്? ആങ്കർ അവളോട് ചോദിച്ചു. എൻ്റെ നേട്ടങ്ങൾക്ക് പിന്നിൽ എൻ്റെ ഭർത്താവുണ്ട്, ഒപ്പം എൻ്റെ കുടുംബവും. ഇന്ന് ഈ സ്റ്റേജിൽ ഞാൻ നിൽക്കുന്നതും ഈ അവാർഡ് വാങ്ങിയതും എല്ലാം അവരും എനിക്കൊപ്പം ഉള്ളത് കൊണ്ടാണ്. ഈ അവാർഡ് ഞാൻ അവർക്ക് വേണ്ടിയാണ് സമർപ്പിക്കുന്നത്. അപ്പോൾ ഒരു ചിരിയോടെ പറഞ്ഞു നിർത്തി. നിറഞ്ഞ കയ്യടിയോടെ അവൾ സ്റ്റേജിൽ നിന്നും ഇറങ്ങി. അവാർഡ് മഹിയുടെ കയ്യിലേക്ക് കൊടുത്തു. എന്നേക്കാൾ ഈ അവാർഡ് വാങ്ങിക്കാൻ അർഹത എൻ്റെ മഹിയേട്ടനാണ്. അതവൾ പറഞ്ഞ് അവൻ്റെ നെഞ്ചിലേക്ക് ചാടി. മഹി അവളെ ചേർത്ത് പിടിച്ച് നെറ്റിയിൽ ചുംബിച്ചു. അമ്മ, യു ആർ ദ ബെസ്റ്റ്. അല്ലു അവളെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു. താങ്ക്സ് അല്ലൂട്ടാ. ഏട്ടത്തി സൂപ്പർ. വൈശു ശാലു അവളുടെ അടുത്തേക്ക് വന്ന് കവളിൽ മുത്തി. അവളും അവർക്ക് ഉമ്മ കൊടുത്തു. കൺഗ്രാറ്റ്സ് ഏട്ടത്തി, വരുണും വിശാലും പറഞ്ഞു. രണ്ടുപേരും ഇരട്ടകളാണ്. ശാലുവിൻ്റെയും വൈശുവിൻ്റെയും ഭർത്താക്കന്മാരാണ്. അന്ന് അവിടെ സ്റ്റേ ചെയ്ത് പിറ്റേന്ന് രാവിലെയാണ് അവർ നാട്ടിലേക്ക് തിരിച്ചത്. നാട്ടിലെത്തി എല്ലാവർക്കും ഒരു പാർട്ടി അറേഞ്ച് ചെയ്തു. പാർട്ടിയെല്ലാം അടിപൊളിയായി കഴിഞ്ഞ് വൈശു ശാലു അവരുടെ വീട്ടിലേക്ക് തിരികെ പോയി. അപ്പുവിൻ്റെ അച്ഛനും അമ്മയും അന്ന് അവിടെ നിന്നു. അപ്പു ഫ്രഷായി വരുമ്പോൾ മഹി ബെഡിൽ കിടക്കുന്നുണ്ട്. അപ്പു ഒരു ചിരിയോടെ അവൻ്റെ അടുത്തേക്ക് വന്നിരുന്നു. അല്ലയോടെ മഹിയേട്ടാ? അപ്പു ചോദിച്ചു. അവൻ അമ്മയുടെ അച്ഛൻ്റെ അടുത്തുണ്ട്. അപ്പു പറഞ്ഞു. കിടക്കണ്ടേ? എന്താ ഇങ്ങനെ ഇരിക്കുന്നേ? അപ്പു ചോദിച്ചു. കിടക്കണം, പക്ഷേ ഞാൻ എൻ്റെ കുഞ്ഞിനോടൊന്ന് സംസാരിക്കട്ടെ. മഹി അവളുടെ അടുത്തേക്ക് കിടന്നുകൊണ്ട് പറഞ്ഞു. ഓ ആയിക്കോട്ടെ, നിങ്ങൾക്ക് ഇപ്പം എന്നോട് സംസാരിക്കാൻ തീരെ സമയമില്ല. കല്യാണം കഴിഞ്ഞ ആ ടൈമിൽ അന്ന് എന്തായിരുന്നു? അപ്പോൾ മുഖം വീർപ്പിച്ചുകൊണ്ട് ചെരിഞ്ഞു കിടന്നു. അത് കണ്ട് മഹി ചിരിച്ചു.
എൻ്റെ ദൈവമേ, ഈ പെണ്ണ്! മഹി അവളുടെ അടുത്തേക്ക് ചേർന്ന് കിടന്നു. പാതിയൊന്തിയ വയറിലൂടെ അവൻ്റെ കൈകൾ ചേർത്തുകൊണ്ട് അവളുടെ ചെവിയിൽ മുഖം വെച്ചു. നീ കഴിഞ്ഞേ എനിക്ക് മറ്റാരും ഉള്ളു പെണ്ണെ, മഹി ചെവിയിലൊന്ന് മുത്തിക്കൊണ്ട് പറഞ്ഞു. അപ്പു ചിരിച്ചു. അവൻ്റെ അടുത്തേക്ക് തിരിഞ്ഞു കിടന്നു. അവളൊന്ന് ഉയർന്നു പൊങ്ങി അവൻ്റെ ഇരു കണ്ണിലൊന്ന് മുത്തി. മഹി ചിരിയോടെ അവളുടെ നെറ്റിയിൽ ചുണ്ട് ചേർത്ത് കിടന്നു. ഇനി എന്നും നിന്റെ കൂടെയുണ്ട് എന്ന് അവളുടെ കണ്ണിൽ നോക്കി പറയാതെ പറഞ്ഞു. അപ്പു അവൻ്റെ നെഞ്ചിലേക്ക്